അബൂബക്കർ സിദ്ദീഖെ രക്ഷിക്കണേ, ഉമർ ഇബ്നു ഖത്താബെ കാക്കണേ എന്ന് വിളിക്കുന്ന ആരും നമ്മൾ കണ്ടിട്ടില്ല. അവർ വലിയാണെന്ന് നമുക്ക് ഉറപ്പാണ്. എന്നിട്ട് പോലും അവരെ വിളിക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വിളിക്കുന്ന അബ്ദുൽ ഖാദർ ജീലാനിയാണ്, മനമ്പത്തടിഞ്ഞ ബീവിയാണ്, ഊരേതാണ്, ജാതി ഏതാണ്, പേരേതാണ് എന്നറിയാത്ത ബീവിമാരെയാണ് വലിയ പ്രസിദ്ധിയുള്ള വലിയത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്ന് കാണണം. മനസ്സിലായില്ലേ? അപ്പൊ ഔലിയാക്കന്മാരെ പരിശോധിച്ചാൽ സ്വഹാബികൾക്ക് ജാറങ്ങളില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജാറമില്ല. ഇത് വലിയാണോ മുസ്ലിമാണോ എന്ന് പോലും ഉറപ്പിക്കാൻ, ചില ജാറങ്ങളൊക്കെ ചെന്നാൽ മനുഷ്യനാണോ എന്ന് പോലും ഉറപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞതല്ല. ജാറത്തിന്റെ ആളുകൾ, അതിന്റെ തരീക്കത്തിന്റെ ആളുകൾ പരസ്പരം മത്സരിക്കുമ്പോൾ ഒരു തരീക്കത്തുകാരൻ മറ്റേ തരീക്കത്തുകാരന്റെ പ്രസിദ്ധമായ ജാറത്തെക്കുറിച്ച് നമ്മുടെ കേരളക്കരയിലെ ഈ അവരുടെ സൂഫികളുടെ പ്രസിദ്ധീകരണം എഴുതി വെച്ചു. അവർ കാര്യമായി എല്ലാ വർഷത്തിലും ആണ്ടുറൂസ് നടത്തുന്ന ജാറമുണ്ടല്ലോ, ആ ജാറത്തിൽ വലിയല്ല ഉള്ളത്, അടിച്ചു കൊന്നു കുഴിച്ചിട്ട പട്ടിക്കുട്ടിയാണുള്ളത്. പരസ്പരം ആരോപിക്കാൻ നമ്മളെ വക കള്ളം പറയേണ്ട കാര്യമില്ല. അവർ തന്നെ ആക്ഷേപിക്കുകയാണ്. ഇനി അവിടെ വലിയ തന്നെയാണെന്ന് വിചാരിക്കുക, എന്നാൽ പൂജ നടത്താൻ പറ്റുമോ? അവരോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ടി നേർച്ച നേരാൻ പറ്റുമോ? അതൊക്കെ ഇബാദത്താണ്. ഇബാദത്തുകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രമേ അർപ്പിക്കൂ എന്നാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നിരന്തരമായും നിർബന്ധമായും എല്ലാ റക്അത്തുകളിലൂടെയും ആവർത്തിക്കുന്ന ഈ ഒരു പ്രഖ്യാപനം പുലർത്തണമെന്ന് ബഹുജനങ്ങളെ പഠിപ്പിക്കേണ്ട മുസ്ലിയാക്കന്മാരാണ് ഈ ശിർക്കിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണം.